കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലവിലെ അന്തരീക്ഷ സ്ഥിതി കാര്യമായ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഈ മുന്നറിയിപ്പിന് അടിസ്ഥാനം. ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഇതിനോടൊപ്പം കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ ഉയർന്ന തോതിൽ ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതും മഴ ശക്തമാകുന്നതിന് ഒരു കാരണമായി കണക്കാക്കുന്നു. കൂടാതെ അടുത്ത 24 മണിക്കൂറിൽ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഇരട്ട പ്രതിഭാസങ്ങൾ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. ശനിയാഴ്ച വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് മഴ പെയ്യുന്നത്. എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലാണ് മഴ അതിശക്തമായി അനുഭവപ്പെടുന്നത്. ചെറുപുഴയിൽ 2 വീടുകളിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രാപ്പോയിലിൽ ഉണ്ടായ മറ്റൊരു അപകടത്തിൽ ഒരു വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് ആളുകൾ മതിലിന് സമീപം ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. വീടിന്റെ ഒരു വശത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ മേഖലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് എറണാകുളം ജില്ലയിൽ വ്യാപകമായി മഴ പെയ്യാൻ തുടങ്ങിയത്. കൊച്ചി നഗരത്തിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഇലഞ്ഞിയിൽ ഇടിമിന്നലിൽ ഒരു വീട് തകരുകയും വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ജില്ലയിലെ പ്രധാന യാത്രാ കേന്ദ്രങ്ങളായ ആലുവയിലെ KSRTC സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി. നിലവിൽ അന്തരീക്ഷം മൂടിക്കെട്ടിയൊരു നിലയിലാണ്. മഴ തുടരാനാണ് സാധ്യത. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ മുൻപ് പലപ്പോഴും വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയിട്ടുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പരമാവധി ശ്രദ്ധിക്കുകയും ആവശ്യമായ ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മലയോര മേഖലകളിലാണ് കനത്ത മഴ തുടരുന്നത്. മണിക്കൂറുകളോളം മഴ ശക്തമായി പെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം തെങ്കാശി റോഡിൽ വെള്ളം കയറി. പാലോട് ഇളവട്ടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ഇളവട്ടം ജംഗ്ഷനിൽ സമീപത്തുള്ള തോട്ടിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കുതിച്ചെത്തിയത് വലിയ വെള്ളക്കെട്ടിന് കാരണമായി. ഈ വെള്ളക്കെട്ട് കാരണം ചെറുവാഹനങ്ങൾക്കൊന്നും അതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതിനാൽ വാഹനങ്ങൾ മറ്റൊരു പാതയിലൂടെ വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിന് കാരണമായി. ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെങ്കിലും റോഡ് ഏതാണെന്നും തോട് ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അപകടകരമായിരിക്കുന്നതിനാൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവളം, വിഴിഞ്ഞം, വേങ്ങാനൂർ, മൂക്കോല, ഉച്ചട തുടങ്ങിയ തീരദേശ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്.